യുപിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 17 സീറ്റുകളിലും സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി അധ്യക്ഷൻ നൽകിയ നിർദ്ദേശം കേട്ടാൽ അത്ഭുതമാകും. കാരണം അവർ കോൺഗ്രസിന് അത്രയേറെ പിന്തുണ നൽകുന്നുണ്ട്. കോൺഗ്രസിന് പിന്തുണ നൽകിക്കൊണ്ട് സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി അധ്യക്ഷൻ നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: സ്വന്തം പാർട്ടിയാണ് അവിടെയെല്ലാം മത്സരിക്കുന്നത്, അതിനാൽ നിങ്ങളുടെ 100% അർപ്പിക്കുക എന്നായിരുന്നു അധ്യക്ഷൻ നൽകിയ നിർദ്ദേശം. യുപിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 17 സീറ്റുകളിലും സഖ്യകക്ഷിയാണ് സമാജ്വാദി പാർട്ടി. കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലങ്ങളായ അമേഠിയിലെയും റായ്ബറേലിയിലെയും തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ SP പ്രവർത്തകർ ഈ നിർദ്ദേശം ശിരസാവഹിച്ചതായി തെളിയിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരാഴ്ചയായി റായ്ബറേലിയിൽ പ്രചരണം നടത്തുന്ന പ്രിയങ്കയ്ക്കും രാഹുലിനുമൊപ്പം സമാജ്വാദി പാർട്ടിയുടെ വലിയ നിര തന്നെയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരു പാർട്ടിയുടെയും പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പ്രചരണ രംഗത്തെങ്ങും കാണാനാകുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒന്നിച്ചാണ് മത്സരിച്ചത്. അന്ന് 403-ൽ 54 സീറ്റ് മാത്രമാണ് സഖ്യത്തിന് ലഭിച്ചത്. ഈ വസ്തുതയാണ് SP കോൺഗ്രസ് സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഇപ്പോഴും പ്രതിയോഗികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ 2017 പരീക്ഷണം പരാജയമായിരുന്നുവെന്ന് SP നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. അതേസമയം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ വേറെയായിരുന്നുവെന്നാണ് ഇവരുടെ നിരീക്ഷണം. 2017 അവസാന നിമിഷങ്ങളിലാണ് സഖ്യം സാധ്യമായത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും അന്ന് സാധ്യമായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ചിത്രം മാറി. ഇരു പാർട്ടി നേതാക്കളുടെയും യോഗം എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി വിളിച്ചു ചേർക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരമാവധി ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി വിജയം ഉറപ്പാണെന്നാണ് SP-യുടെ റായ്ബറേലി ജില്ലാ SP പ്രസിഡന്റ് വീരേന്ദർ യാദവ് പറയുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന 17 മണ്ഡലങ്ങളിൽ SP-യുടെ പ്രാദേശിക നേതാക്കളെ അഖിലേഷ് യാദവ് പ്രത്യേകമായി വിളിച്ചു ചേർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിലും അമേഠിയിൽ ലാൽ ശർമ്മ നേരിയ ഭൂരിപക്ഷത്തിലും പാർലമെന്റിലെത്തുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. പരമ്പരാഗതമായി റായ്ബറേലിയിലെ സമാജ്വാദി പാർട്ടിക്കാർ ഗാന്ധി കുടുംബത്തോടുള്ള ബഹുമാനാർത്ഥം കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാറുള്ളത്. ഇക്കുറി ഇരു കൂട്ടരും പരസ്യമായി തന്നെ ഒന്നിച്ചു നിൽക്കുന്നുവെന്നതാണ് കാര്യങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയിൽ 2025 ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ്, MSPക്ക് നിയമപരമായ ഗ്യാരണ്ടി, അഗ്നിപഥ് പദ്ധതി റദ്ദാക്കൽ എന്നിവയാണ് SP-യുടെ പ്രധാന വാഗ്ദാനങ്ങൾ. പിന്നോക്ക, ദളിത്, ന്യൂനപക്ഷ സമുദായങ്ങളുടെ സർക്കാരായിരിക്കും തങ്ങളുടേതെന്ന് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഒരിക്കൽ പറഞ്ഞിരുന്നു. BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിന് യുവതയ്ക്ക് തൊഴിൽ നൽകുന്നതിലോ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിലോ താല്പര്യമില്ലെന്നതാണ് അഗ്നിപഥ് പദ്ധതി തെളിയിക്കുന്നതെന്നും അഖിലേഷ് അന്ന് ആരോപിച്ചിരുന്നു.